അല്ല, നമ്മുടെ രാജ്യത്ത് ഈ സിനിമ മാത്രമല്ലല്ലോ, സാംസ്കാരിക മേഖലയിലും പുരോഗമനപരമായിട്ട് നടത്തുന്ന പ്രവർത്തനങ്ങളിലുമെല്ലാം ഒരു വ്യത്യസ്ത മനോഭാവത്തോടുകൂടിയാണ് അതിനെ ഇന്ത്യയിലെ BJP RSS കാണുന്നത്. കഴിഞ്ഞ ഒരു 10 വർഷത്തെ ഇന്ത്യയുടെ ചരിത്രം എടുത്ത് പരിശോധിച്ച് നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ ഒരു സിനിമ എമ്പുരാൻ കേരളത്തിൽ റിലീസ് ചെയ്തു, 10,000-കണക്കിന് ആളുകൾ ടിക്കറ്റ് ബുക്ക് ചെയ്ത് കഴിഞ്ഞു. അതൊരു കലയായി കണ്ടാൽ മതി. ആ കലയായി കണ്ടതിനെ ആസ്വദിക്കുക. സിനിമയ്ക്ക് അകത്ത് വരുന്ന ഉള്ളടക്കം അത് ആസ്വദിക്കാൻ കഴിയുന്ന ഉള്ളടക്കമാണെങ്കിൽ ആസ്വദിക്കുക. രണ്ട് കാര്യങ്ങൾ സിനിമാ രംഗത്ത് ശ്രദ്ധിക്കണമെന്ന് സിനിമാ രംഗത്തുള്ളവരോട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകം ഞാൻ അവരുടെ യോഗം വിളിച്ചുകൊണ്ട് പറഞ്ഞു. ഒന്ന്, വയലൻസ് പരമാവധി കുറയ്ക്കണം. കാരണം പുതിയ തലമുറയ്ക്ക് അക്രമത്തോട് താല്പര്യം വരുന്ന രൂപത്തിലുള്ള ക്രിയേഷൻസ് പാടില്ല. അത് നമ്മൾ അവരോട് പറഞ്ഞു. രണ്ട്, ലഹരി അത് ഉപയോഗിക്കാനുള്ള ഒരു ഇൻസ്പിറേഷൻ കൊടുക്കാൻ പാടില്ല. ഇത് രണ്ട് വിപത്തുകൾ, സാമൂഹ്യമായ വിപത്തുകൾ. ആ രണ്ട് വിപത്തുകൾ ഒഴിവാക്കുന്നതിന് സിനിമയിലായാലും സീരിയലായാലും എഴുത്തായാലും വായനയായാലും പാട്ടായാലും സംഗീതമായാലും എല്ലാത്തിനകത്തും ആവശ്യമാണ്. എന്നാൽ ഒരു സിനിമ നിർമ്മിക്കുമ്പോൾ ഒരു കഥ എഴുതി, ഇത് രണ്ട് ആസ്പെക്ട്സ് അതിനകത്ത് വരുന്നില്ല. ഒരു കഥ എഴുതി, അത് സംവിധാനം ചെയ്തു, അത് നിർമ്മിക്കുന്നതിനുള്ള ആളിനെ കിട്ടി, സ്വാഭാവികമായിട്ട് സിനിമ ഇറങ്ങും. 10,000-കണക്കിന് ആളുകൾ പണിയെടുക്കുന്ന ഒരു ഇൻഡസ്ട്രിയാണ്. രാഷ്ട്രീയമായ വിമർശനങ്ങൾ ഉണ്ടാവും, സാമൂഹികമായ പ്രശ്നങ്ങളെക്കുറിച്ചുള്ള വിമർശനം ഉണ്ടാവും. രാജ്യത്ത് സംഭവിക്കുന്ന വിവിധ വിഷയങ്ങളെ വിമർശിക്കുന്ന വിമർശനാത്മകമായ വിഷയങ്ങൾ അല്ലെങ്കിൽ ചർച്ച ചെയ്യപ്പെടും. അത് നമ്മൾ ആ നിലയിൽ തന്നെ കണ്ടാൽ മതി. ക്രിയേറ്റീവായിട്ട് ഒരു ജനാധിപത്യ രാജ്യത്ത് വളരെ ക്രിയേറ്റീവായിട്ട് വിഷയങ്ങളെ കണ്ടാൽ മതി. അതുകൊണ്ട് ഈ സിനിമ ഇപ്പോൾ ഇറങ്ങിയത് മലയാളത്തിൽ അടുത്ത കാലത്ത് ഇറങ്ങിയത് കൊണ്ട് ഏറ്റവും കൂടുതൽ ആളുകൾ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു സിനിമയാണ്. ആ സിനിമ അതിന്റെ കാഴ്ചയിൽ അതിന്റെ മൂല്യങ്ങൾ അത് വിലയിരുത്തേണ്ടത് പ്രേക്ഷകരാണ്. അവർ വിലയിരുത്തട്ടെ. അവർ വിലയിരുത്തിയ ശേഷം ആ സിനിമ ശരിയല്ല, അല്ലെങ്കിൽ തെറ്റാണ്, അത് പറയുന്നത് പ്രേക്ഷകർക്ക് അവകാശമുണ്ട്. പക്ഷെ സിനിമ മൊത്തത്തിൽ കുഴപ്പമാണ്, ആ സിനിമ ആരും കാണാൻ പാടില്ല, അല്ലെങ്കിൽ ആ സിനിമയുടെ റീൽസ് എടുത്തിട്ട് അല്ലെങ്കിൽ ആ സിനിമ വീഡിയോ എടുത്തിട്ട് അത് പൊളിക്കാൻ വേണ്ടി പുറത്തു കൊടുക്കുക, ഒട്ടും ശരിയായ കാര്യമല്ല. ഇൻഡസ്ട്രി അത് ബാധിക്കുന്ന കാര്യമാണ്. വ്യക്തമായി തന്നെ ഞാൻ പറയുന്നു, നമ്മുടെ രാജ്യത്ത് ഒരു ഫാസിസ്റ്റ് നയം നടപ്പാക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ശക്തിയും അതിനോട് യോജിക്കാൻ കഴിയില്ല. നമ്മുടെ നാട്ടിൽ വളർന്നു വരുന്ന കലയും സാഹിത്യത്തെയും സാമൂഹികപരമായ ഉള്ളടക്കങ്ങൾ നിലനിർത്തിക്കൊണ്ടുവരുന്ന ഏത് കലാരൂപത്തെയും പ്രോത്സാഹിപ്പിക്കണം. മനുഷ്യന് വേണ്ടിയുള്ളതാണ് കല. മനുഷ്യന് വേണ്ടിയുള്ള ആസ്വദിക്കാനുള്ള ഏത് കലാരൂപത്തെയും പ്രോത്സാഹിപ്പിക്കും. ഞാൻ ആദ്യം പറഞ്ഞ രണ്ട് കാര്യങ്ങൾ ഇന്നത്തെ വർത്തമാനകാലത്ത് ചർച്ച ചെയ്യപ്പെടുന്നതുകൊണ്ട് ആ കാര്യത്തിന് പരമാവധി അത് സിനിമാ രംഗത്ത് അതിന്റെ ഈ ആളുകൾക്ക് ഒരു ടെൻഡൻസി ഉണ്ടാകാതിരിക്കാൻ വേണ്ടി അത് പരമാവധി കുറയ്ക്കുക. ലഹരിയും ഈ പറയുന്ന അക്രമവാസനയും കുറയ്ക്കാനുള്ള ഇടപെടൽ ആവശ്യമാണ്. ഇതാണ് ആ വിഷയത്തിൽ ഇപ്പോൾ എടുക്കേണ്ട കറക്റ്റായ നിലപാട്. ഈ നിലപാടിന് വിരുദ്ധമായി ഇത്തരത്തിൽ തെറ്റായി ചിന്തിക്കുന്ന ആളുകൾ, വർഗീയമായി ചിന്തിക്കുന്ന ആളുകൾ, രാജ്യത്ത് ഇത്തരം സാമൂഹ്യപരമായ കാര്യങ്ങളെ ഉൾക്കൊള്ളുന്ന സിനിമകളെ എതിർക്കുന്ന ആളുകൾ, സാഹിത്യങ്ങളെ എതിർക്കുന്ന ആളുകൾ, അത്തരം സാഹിത്യകാരന്മാരെ കൊലപ്പെടുത്തിയ നാട്ടിൽ അത്തരത്തെ കൊലപാതകത്തിന് പിന്തുണ കൊടുക്കുന്നവർ അല്ലെങ്കിൽ പങ്കാളികളാകുന്നവർ, അവർ സ്വാഭാവികമായിട്ടും എല്ലാത്തിനും എതിർക്കും. വളർന്നു വരുന്ന എല്ലാ നന്മകളെയും എതിർക്കുന്ന ആളുകളാണ് അവർ. സ്വാഭാവികമായിട്ട് അതിനോട് യോജിക്കാൻ കഴിയില്ല. അതിനിടയ്ക്ക് ജനങ്ങളുടെ ഒരു വികാരപരമായ ഒരു യോജിപ്പ് ഇക്കാര്യത്തിൽ ഉണ്ടാവും. ആ സിനിമ വിജയിക്കും. എനിക്കത് കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ എന്റെ കുടുംബം ഇന്നലെ പോയ സിനിമ കണ്ടു, വലിയ കുഴപ്പമില്ലെന്നാണ് അവർ പറഞ്ഞത്. സാമാന്യം കണ്ടുകൊണ്ടിരിക്കാവുന്ന നല്ലൊരു സിനിമയാണ്, നല്ലപോലെ പൈസ മുടക്കിയെടുത്തൊരു സിനിമയാണ്. കാണുക, സന്തോഷിക്കുക, ആസ്വദിക്കുക, അതാണ് ഇപ്പൊ നമുക്ക് ആവശ്യം. കൊഴുനാടന്റെ കേസ് കോടതി എടുത്ത് ചവിട്ടുകൊട്ടയിലിട്ടല്ലോ. ആ, അത് ഇപ്പോ ഞങ്ങളൊരു നല്ല കാലത്തിലേക്ക് വരികയാണല്ലോ. ഞങ്ങളുടെ മോശം കാലമാക്കി മാറ്റാൻ ശ്രമിച്ചവർക്കെല്ലാം ഉള്ള തിരിച്ചടിയാണ്. കേരളത്തിന്റെ ബഹുമാന്യ മുഖ്യമന്ത്രി അദ്ദേഹത്തിനെതിരെ 9 വർഷമായി ശരവേഗത്തിൽ ഉന്നയിച്ച ഓരോ ആരോപണങ്ങളും പൊളിഞ്ഞെന്ന് മാത്രമല്ല ഒടിഞ്ഞ് താഴോട്ട് പോവുകയാണ്. ഈ ബഹുമാനപ്പെട്ട ഈ അംഗം കേരള നിയമസഭയിൽ അനാവശ്യമായി ഒരുപാട് ആക്ഷേപങ്ങൾ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കെതിരെ ഉന്നയിച്ചല്ലോ. അതൊരു പ്രത്യേക മാനസികാവസ്ഥയിലുള്ള ഒരു രോഗമാണ്. അതിന് നമ്മളാരും ഒരു ചികിത്സയില്ല. നമ്മളിപ്പോ ഒരു കാര്യം കേൾക്കുമ്പോൾ തന്നെ ചാടി എഴുന്നേറ്റ് ആ കാര്യം ശരിയാണെന്ന് പറയുന്നതല്ല നമ്മൾ പൊതുപ്രവർത്തകർ ചെയ്യുന്നത്. അയാളൊക്കെ പ്രശ്നം എന്ന് പറഞ്ഞാൽ പഠിച്ചു പെട്ടെന്ന് വന്ന് രാഷ്ട്രീയത്തിലിറങ്ങി പെട്ടെന്ന് നേതാവായ ആളുകളാണ്. നമ്മളെപ്പോഴും ഒരു കാര്യം മനസ്സിലാക്കിക്കോണം, ഈ വിളഞ്ഞു പഴുക്കണം. വിളഞ്ഞു പഴുക്കാത്തതൊന്നും കഴിച്ചാൽ രുചി ഉണ്ടാകത്തില്ല. അതൊരു പ്രശ്നമാണ്. ഇത്തരം കുറെ ആളുകൾ കേരളത്തിന്റെ രാഷ്ട്രീയ രംഗത്ത് സമീപകാലത്ത് വന്നിട്ട് വിളയാതെ പഴുത്ത ആളുകൾ.
വളരെയേറെ ത്യാഗം സഹിച്ച് ഒരു ജീവിതം മുഴുവൻ ഈ നാടിനു വേണ്ടി സമർപ്പിച്ച് 65 വർഷക്കാലം രാഷ്ട്രീയ പ്രവർത്തനം നടത്തി വളരെ താഴെ സ്റ്റേജിൽ നിന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി വന്ന ഒരു മനുഷ്യനോട് എത്ര ആക്ഷേപകരമായിട്ടാണ് നിയമസഭയിൽ വ്യക്തിപരമായി കുടുംബത്തെ അവരൊക്കെ എന്ത് ചെയ്തു? ഇപ്പൊ ഞാനിവിടെ രാഷ്ട്രീയ പ്രവർത്തനം എന്റെ കുടുംബാംഗങ്ങൾ എന്ത് വേണം? മുഖ്യമന്ത്രിയുടെ കുടുംബാംഗങ്ങൾ എന്ത് ചെയ്തു? അവരുമായി ബന്ധപ്പെട്ട പക്ഷെ അവർ പരിഹരിക്കട്ടെ. ഇത്തരം ആക്ഷേപങ്ങൾ ഉന്നയിച്ചു, കോടതിയിൽ പോയി കേസ് നടത്തി. ഒരു കേസും കേരളത്തിൽ ഇന്ത്യയിൽ നിൽക്കത്തില്ല. കാരണം സംശുദ്ധമായ പൊതുജീവിതം നടത്തുന്ന ഒരാൾക്കും ഭയപ്പെടേണ്ട കാര്യമില്ല. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിയമസഭ പറഞ്ഞല്ലോ, കൈ ഉയർത്തിയാൽ പറഞ്ഞു എന്റെ കൈ ശുദ്ധമാണ്, നിങ്ങൾ ഭയപ്പെടുത്തണ്ട എന്ന് പറയാൻ ഒരാൾക്ക് ധൈര്യം ഉണ്ടാകണമെങ്കിൽ സത്യസന്ധനായ ഒരാൾക്ക് അത് കഴിയത്തുള്ളൂ. ഞാൻ പിണറായി വിജയനെ പറ്റി എന്നും ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നതിന്റെ ഒരു കാരണം അദ്ദേഹത്തിന് സത്യസന്ധതയാണ്. പരിചയപ്പെട്ട കാലം മുതൽ നമ്മുടെ നാട്ടിലെ ആർക്കും വിശ്വസിക്കാവുന്ന ഒരു നേതാവാണ് അദ്ദേഹം. ആ വിശ്വാസം ജനങ്ങൾക്കുണ്ട്. അതുകൊണ്ടാണ് ചരിത്രത്തിലാദ്യമായി ഇടതുപക്ഷ മുന്നണി അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ രണ്ടാമത് ഭരണത്തിൽ വന്നു. തുടർ ഭരണവും വരും. ഇടതുപക്ഷ മുന്നണിക്ക് മൂന്നാം ഭരണവും കേരളത്തിൽ വരും. വരാൻ കഴിയുന്ന എല്ലാ അന്തരീക്ഷവും കേരളത്തിൽ രൂപപ്പെട്ടു വരുന്നു. അതിന്റെ ഭാഗമായിട്ട് ഒരു കേസും കള്ളക്കേസും ഒന്നും കേരളം നിൽക്കത്തില്ല, ആക്ഷേപങ്ങൾ നിൽക്കത്തില്ല. ഞങ്ങള് ഇന്ന് കേരളത്തിലുള്ള മന്ത്രിമാരെല്ലാവരും മുഖ്യമന്ത്രി അടക്കം സത്യസന്ധമായി പ്രവർത്തിക്കുന്നവരാണ്. അഭിപ്രായങ്ങളും നിലപാടുകളും ഞങ്ങൾക്കുണ്ട്, ഒരു പ്രശ്നമില്ല. അതൊക്കെ നിലപാടുകൾ ശക്തമായി പറയുന്നവരാണ്. പക്ഷേ ജനങ്ങൾക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്. ജനങ്ങളെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം 100% ആത്മാർത്ഥമായി സത്യസന്ധമായിട്ടും എല്ലാ മന്ത്രിമാരും നിർവഹിക്കുന്നുണ്ട്. ഒരു മന്ത്രിയെപ്പറ്റി ഒരാക്ഷേപവും കേരളത്തിൽ ആർക്കും ഉന്നയിക്കുന്നില്ല. വലതുപക്ഷ മാധ്യമങ്ങൾ പോലും ആ കാര്യത്തിൽ ഈ അടുത്ത കാലത്ത് അത്തരം കാര്യങ്ങൾ ഉന്നയിക്കാൻ അവർ കഴിയുന്നില്ല. പിന്നെ അന്തിക്കൂലാപ്പിന് ചർച്ച ചെയ്യും, കുറെ ആളുകൾ വന്നിരുന്ന് ചർച്ച ചെയ്ത ആളുകളെ ചീത്ത വിളിക്കും, കുറെ ആക്ഷേപം പറയും. ഇതൊക്കെ 24 മണിക്കൂർ കഴിയുമ്പോൾ അത് അന്തരീക്ഷത്തിൽ ലയിച്ചു, അതൊന്നും ആരും ശ്രദ്ധിക്കത്തില്ല. നിങ്ങൾ ഒരു കാര്യം ഉന്നയിക്കുമ്പോൾ വസ്തുതയായിരിക്കണം. വസ്തുതാപരമായ കാര്യങ്ങൾ ഉന്നയിക്കുമ്പോൾ അത് ജനങ്ങൾക്ക് ബോധ്യപ്പെടണം. അത് നിയമപരമായി നിലനിൽക്കുന്നതായിരിക്കണം. ഇതൊന്നുമില്ലാതെ അടിസ്ഥാനരഹിതമായി ആരോപണം ഉന്നയിക്കുക, ആക്ഷേപം ഉന്നയിക്കുക, അത് മീഡിയ വഴി ഒരു പ്രചരണം കൊടുക്കുക, നവമാധ്യമം വഴി വ്യക്തിപരമായി ആക്ഷേപിക്കുക, ഇത്തരം ഒരാക്ഷേപവും കേരളം നിൽക്കത്തില്ലെന്ന് മാത്രമല്ല 99 സീറ്റ് ഈ പ്രാവശ്യം 100 തികഞ്ഞ് അതിനപ്പുറത്തേക്ക് പോകുന്ന ഒരു തെരഞ്ഞെടുപ്പ് യുദ്ധത്തിലേക്ക് ഞങ്ങൾ പോവുകയാണ്. അതിന്റെ ഭാഗമായി കേരളത്തിൽ 4ാം വാർഷികത്തിന്റെ പരിപാടികളെല്ലാം ഞങ്ങൾ അത്തരത്തിലുള്ള പ്ലാൻ ചെയ്തിരുന്നു. ഞങ്ങള് സടകുടഞ്ഞ് എഴുന്നേറ്റ എന്താ പറയുന്നത് ഒരു യാകാശം പോലെ ഞങ്ങളിപ്പോ ഇറങ്ങി ഞങ്ങൾ തൂത്തുവാരി കേരളം ഭരിക്കും. മൂന്നാം ഭരണം ഇടതുപക്ഷ മുന്നണിക്ക് ഉറപ്പിച്ചേ പറയുന്നു.